നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗ്രീഷ്മയുടെ വിധിയെക്കുറിച്ചാണ്. ഷാരോൺ വധക്കേസിൽ നാളെ സുപ്രധാനമായ വിധി വരികയാണ് ഗ്രീഷ്മയ്ക്കെതിരെ. ജീവന് തുല്യം സ്നേഹിച്ച തന്റെ കാമുകനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മയ്ക്ക് എത്തരത്തിലുള്ളൊരു വിധിയായിരിക്കും ശ്രുതി പ്രതീക്ഷിക്കുന്നത്? ഷാരോൺ കേസില് ഗ്രീഷ്മ ചെയ്തത് അത്യാപൂർവമായ ഒരു കേസ് തന്നെയാണ്. അത് കോടതി ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. അപ്പൊ അതിനനുസരിച്ചൊരു വിധി തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഷാരോണിന്റെ കുടുംബത്തെ കുറിച്ചൊക്കെ ആലോചിക്കണം. ഷാരോൺ അതുവരെ ഹോസ്പിറ്റലിൽ കടന്നിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത്രയും സഹിച്ചു കടന്നിരുന്ന ഒരാളുടെ ജീവന് എത്രമാത്രം വില കോടതി കൽപ്പിക്കും എന്നുള്ളത് നമുക്ക് അറിയാം. അത്രയധികം പ്രണയിച്ചിട്ട് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അങ്ങനെയുള്ള ഒരാളെ കൊലപ്പെടുത്തി ആ സ്ത്രീക്ക്, ആ ഒരു പെൺകുട്ടിക്ക് ഒരു വധശിക്ഷയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരു വധശിക്ഷയ്ക്കുള്ളതുണ്ടോ? അത് സാധാരണ വധശിക്ഷ നൽകാറുള്ള ഒരു അത്യപൂർവമായ കേസൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കോടതി വധശിക്ഷയൊക്കെ വിധിക്കാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു ജീവപര്യന്തമായിരിക്കണം. അത് ഗ്രീഷ്മയുടെ മുഖത്തും നമുക്ക് കാണാൻ പറ്റും. ഗ്രീഷ്മ ആ ഒരു കോടതി വിധി വരുന്നതിന് മുന്നേ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ പറയുന്നുണ്ട്, മാക്സിമം കൂടി പോയ ഒരു 28 വയസ്സ്, അതുവരെ പുള്ളി കിടക്കാം, അതിനുശേഷം തന്റെ ജീവിതം ആരംഭിച്ചോളാം എന്ന രീതിയിലാണ് അവൾ പറയുന്നത്. അപ്പൊ അവളുടെ മനസ്സിൽ അങ്ങനെയുണ്ട്, എന്തായാലും വധശിക്ഷ കിട്ടില്ല, കാരണം ഇവിടെ ഇങ്ങനെയാണ്, ഒരാളെ കൊലപ്പെടുത്തിയാലും വധശിക്ഷ കിട്ടില്ല എന്ന രീതിയിലൊക്കെ ആയിരിക്കണം. ശരിക്കും സമൂഹത്തിന്റെ ഒരു പോക്ക് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അവൾ ഇത്രയും കോൺഫിഡന്റോട് കൂടി അങ്ങനെ പറഞ്ഞത്. അതിനകത്ത് തന്നെ ഇന്നലെ ഗ്രീഷ്മ കോടതിയിൽ വെച്ചിട്ട് ചേംബറിൽ നിന്ന് അവള് ലെറ്ററിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. തന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചും എനിക്ക് തുടർന്ന് പഠിക്കണമെന്നും പിന്നെ തന്റെ പ്രായം 24 വയസ്സേ ഉള്ളൂ, മറ്റു കേസുകളിലൊന്നും താൻ പ്രതിയോ അല്ല, തനിക്ക് അങ്ങനെ എന്നുള്ളതും കോടതി ബോധിപ്പിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഷാരോൺ സാമൂഹികപരമായിട്ട് എന്തോ കേസുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പരിഗണിച്ചായിരിക്കണം നാളത്തെ വിധി. അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വിധി നടപ്പാക്കേണ്ടത് അത് ഇന്ന് മാറ്റിവെച്ചത്, നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യം. ഇതിന്റെ എല്ലാം പശ്ചാത്തലം പറഞ്ഞ കാര്യങ്ങളും കൂടി എന്തായാലും കോടതി ഒന്ന് പരിഗണിക്കുമായിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിധിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോ ആഗ്രഹിക്കുന്ന വധശിക്ഷയൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ആ കുടുംബത്തിന്റെ ആഗ്രഹം, ഷാരോണിന്റെ കുടുംബത്തിന്റെ. പക്ഷെ ഈ നാളത്തെ വിധി നിർണായകമായിരിക്കും. കാരണം അതില് വല്ല ഇളവും അവൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കേസുകൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അതാ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രണയപ്പകകൾ ഇനിയും ഉണ്ടാകാം എന്നാണ്. എന്തായാലും നമുക്ക് ഷാരോണിന്റെയും ഗ്രീഷ്മയുടെയും പ്രണയം എങ്ങനെയാണ് തുടങ്ങിയത്, അതെങ്ങനെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് അത് മാറിയത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് കണ്ടിട്ട് വരാം. ഗ്രീഷ്മയുടെയും ഷാരോണിന്റെയും പ്രണയബന്ധത്തിന്റെ തുടക്കം എങ്ങനെയാണെന്ന് വിശദമായി നോക്കാം. തമിഴ്നാട്ടിലെ തിരുവിതാംകൂട് മുസ്ലിം ആർട്സ് കോളേജ് 2ാം വർഷ എം വിദ്യാർത്ഥിനിയായിരുന്നു ഗ്രീഷ്മ. അതിന് സമീപമുള്ള യൂർ ക്രിസ്ത്യൻ കോളേജിൽ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ. ഇരുവരുടെയും ബന്ധം തുടങ്ങുന്നത് കോളേജിലുള്ള ഒരു ബസ് യാത്രയിലാണ്. യാത്രാമധ്യേ ഉടലെടുത്ത പരിചയം പിന്നീട് പ്രണയമായി വളർന്നു വന്നു. 2021 ഒക്ടോബറിലാണ് ഇരുവരും പ്രണയം തുറന്നു പറയുന്നത്. ഇണക്കങ്ങളും നിറഞ്ഞ ആ ബന്ധത്തിന്റെ മുഖമാകെ അറിയുന്നത് 2022 ഫെബ്രുവരിയിലായിരുന്നു. തുടർന്ന് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം സൈനികനായ യുവാവുമായി വിവാഹത്തിന് സമ്മതിച്ചതെന്നും ഷാരോണിനോട് സ്നേഹമാണെന്നും കൂടെ ഇറങ്ങി വരാമെന്നും ഗ്രീഷ്മ അടിച്ചു. തമ്മിൽ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ഗ്രീഷ്മ താലി വാങ്ങി ഷാരോണിന്റെ വീട്ടിൽ 2022 മെയ്യിൽ ഷാരോൺ ഗ്രീഷ്മയെ താലി ചാർത്തുകയും ചെയ്തു. പിന്നീട് പലതവണയായി ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ സൈനികനുമായ വിവാഹം അടുത്തു വന്നതോടെ ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കാൻ കാരണങ്ങൾ തേടിക്കൊണ്ടു. ഷാരോണിന്റെ കയ്യിലുള്ള തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതിസുതലേക്ക് എത്തിച്ചേരുമോ എന്ന ഭയവും ഗ്രീഷ്മയ്ക്ക് അത്യധികമുണ്ട്. ഷാരോണിനെ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ പലതവണ ഗ്രീഷ്മ ശ്രമിച്ചു. ഇതിനായി ഏകദേശം 10 മാസത്തോളം ആസൂത്രണം നടത്തിയ ശേഷമാണ് കൊലപാതകം നടത്തുന്നത്, അതും വേറിട്ട്. അങ്ങനെ ചില വേദന സംഹാരി ഗുളികകൾ അമിത അളവിൽ നൽകിയാൽ വൃക്കകൾ തകരാറിലാകുമെന്നും തുടർന്ന് വ്യക്തിയുടെ മരണത്തിലേക്ക് അത് നയിക്കപ്പെടുമെന്നും ഗ്രീഷ്മ കണ്ടു. തുടർന്ന് 2 തവണ ഇപ്രകാരം ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ തയ്യാറായി. ഷാരോൺ കോളേജിൽ എത്തിച്ചേർന്ന ഗ്രീഷ്മ ശുചിമുറിക്കുള്ളിൽ വെച്ച് ജ്യൂസിനുള്ളിൽ അമിത അളവിൽ ഏകദേശം 50 പാരസെറ്റാമോൾ ചേർന്നു. പിന്നീട് ഷാരോണിന് കുടിക്കാൻ നൽകിയെങ്കിലും കൈപ്പുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇരുവരും മറ്റൊരു ജ്യൂസ് വാങ്ങി കുടിക്കുകയായിരുന്നു. ഒടുവിലാണ് ഒക്ടോബർ 14 വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തുന്നു. അന്ന് രാവിലെയും വിഷം ഉള്ളിൽ ചെന്നാൽ
ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഗ്രീഷ്മ ഇന്റർനെറ്റിൽ പറഞ്ഞിരുന്നു. കേസിൽ വഴിത്തിരിവായ മരണമൊഴിയായി ഷാരോൺ പോലീസിനും മജിസ്ട്രേറ്റിനും നൽകിയ മൊഴിയാണ്. ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി കൊടുത്തില്ലെങ്കിലും ഗ്രീഷ്മ തന്ന കഷായം കുടിച്ചിരുന്നു എന്ന് ഷാരോൺ വ്യക്തമാണ്. പിന്നീട് വിഷം കലർത്തിയ കഷായം കുടിച്ചതാണ് മരണ കാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വ്യക്തമായി. തുടർന്ന് ഷാരോണിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ അന്നു തന്നെ ഗ്രീഷ്മയുടെ മൊഴി പോലീസ് രേഖപ്പെട്ടു. 2022 ഒക്ടോബർ 25 ഷാരോൺ മരണത്തിന് കീഴടങ്ങി. അസ്വാഭാവിക മരണമെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഷാരോണിന്റെ കുടുംബം രംഗത്ത് വരികയും ചെയ്തു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് ഷാരോണിന്റെ കുടുംബം ഒക്ടോബർ 27 നൽകിയ പരാതി കൃത്യമായ അന്വേഷണം പാറശാല പോലീസ് ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് റൂറൽ SP ഇടപെട്ട് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുകയായിരുന്നു. വലിയൊരു സംഘത്തിന് അന്വേഷണത്തിനൊടുവിലാണ് ഗ്രീഷ്മ കുരുങ്ങുന്നത്. അന്വേഷണത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാരനും കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായി വെളിപ്പെട്ടു. 2022 ഒക്ടോബർ 31 ഗ്രീഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഗ്രീഷ്മ ഉടനീളം സാങ്കല്പിക കഥാപാത്രങ്ങളും സംഭവവും നിറഞ്ഞതോടെ പോലീസും പിടിമുടി. ഷാരോണിന് ഗ്രീഷ്മ അയച്ച വാട്സ്ആപ്പ് മെസ്സേജുകളാണ് പോലീസിന് കേസ് തെളിയിക്കാൻ വഴിത്തിരിവായി. തെളിവുകൾ അക്കമിട്ട് നിരത്തിയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ ഗ്രീഷ്മയ്ക്ക് പിന്നീട് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒടുവിൽ പോലീസിന് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ശിക്ഷാവിധിക്ക് മുമ്പ് ജഡ്ജി ഗ്രീഷ്മയുടെ നിലപാട് ചോദിക്കുകയും അവിടെ വെച്ച് ഗ്രീഷ്മ ഇനിയും പഠിക്കണമെന്ന ആഗ്രഹം പറയുകയും ചെയ്തു. അമ്പരിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ വധശിക്ഷ പോലും കിട്ടാവുന്ന കേസിൽ പതിവ് നടപടികളൊന്നും പാലിക്കാതെ പഠിക്കണമെന്ന ആഗ്രഹവും പ്രായത്തിന്റെ ആനുകൂല്യവും പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം. ഈ പങ്കുകാരിക്ക് എത്തരത്തിലുള്ള വിധിയാകും കോടതി നൽകുകയെന്നാണ് ഇപ്പോൾ കേരള ജനത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ ശരിക്കും സംഭവിച്ചത്. ആ നാൾ വഴികൾ ഇതൊക്കെയായിരുന്നു. പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല എന്ന ഒറ്റ കാരണത്താൽ ഒരു കുടുംബത്തിന്റെ മൊത്തം പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയതായിരിക്കുകയാണ് ഗ്രീഷ്മ. അത്തരത്തിലേക്കൊക്കെ ഒരാൾക്ക് എങ്ങനെയായിരിക്കും പോവാൻ കഴിയുക? പ്രണയം നിരസിച്ചു കഴിഞ്ഞാൽ അതൊരു പകയായി മാറുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് പ്രതികാരത്തിലേക്ക് മാറുന്നത്? ഒരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്നത് എങ്ങനെയാണ്? പല പല ഇപ്പം പ്രണയം തന്നെ ഇപ്പൊ പല രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരാളിപ്പോ പ്രണയത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയുമ്പോ വേറൊരാൾക്ക് അത് ഡിപ്രഷൻ ആവുകയും കൊലപാതകം ചെയ്യാനുള്ള രീതിയിലേക്ക് ആളുടെ മൈൻഡ് മാറുകയും അതിനൊരു എക്സാമ്പിൾ ആയിരിക്കുകയാണ് ഇപ്പൊ ഗ്രീഷ്മ. അത് ചിലപ്പോ പ്രണയബന്ധങ്ങളില് തീർച്ചയായിട്ടും ഒരുപാട് കാരണങ്ങളുണ്ട്. പിരിയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ മാനസികാവസ്ഥയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം ഓരോരുത്തരുടെ ക്യാരക്ടർ മാറും. ചിലവർക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇത് എടുത്ത് പറയുകയാണെങ്കിൽ ചിലപ്പോ ആർക്കും സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടാവില്ല. പ്രണയം നിരസിച്ചു എന്നാ ശരി അത് പോട്ടെ എന്നുള്ളൊരു വിധത്തിലായിരിക്കും അതിന്റെ പോക്ക്. പക്ഷെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരുണ്ട്. ആത്മാർത്ഥമായി പ്രണയിക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പില് 2 പേര് പ്രണയിച്ചു എന്ന് വിചാരിക്കാം. അതിൽ ഇപ്പൊ അവർ പെട്ടെന്ന് ഒരു സമയത്ത് ഡിസിഷൻ എടുക്കുകയാണ്, ഇത് ശരിയാവില്ല, ഇത് മുന്നോട്ട് പോകില്ല എന്ന്. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ അതിൽ ഒരാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ മറുഭാഗത്തുള്ള ഒരാളുണ്ട്, ആ ആള് ചിലപ്പോൾ അതിനകത്ത് വല്ലാണ്ട് സ്റ്റെക്കായി പോയിട്ടുണ്ടാവും. അതിനകത്ത് ആൾക്കൊരു മോചനം ഉണ്ടാവില്ല. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെ പെട്ടെന്ന് മനസ്സിന്ന് ഒഴിവാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഡിപ്രഷൻ പോലുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതിന് പോംവഴിയായിട്ട് ഇപ്പൊ പുതിയ പിള്ളേരെന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിലും പുതിയ ഓപ്ഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്, ഒന്നും തന്നെ പെർമനന്റ് ആയിട്ടല്ല അവർ കാണുന്നത്. പ്രണയത്തെ പോലും പെർമനന്റ് അല്ല, ഒരു ടൈം പാസ് ആയിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ റിലേഷൻഷിപ്പിന് പല പേരുകളായിട്ട് ഇപ്പൊ വന്നിട്ടുള്ളത്. ബെസ്റ്റീന്നും എന്താ പറയാ സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് റിലേഷൻഷിപ്പുകളാണ് ഇപ്പൊ ഒരു പ്രണയത്തിൽ ഉണ്ടാവുന്നത് ശരിക്കും. പക്ഷെ അങ്ങനെ ചിലര് ആ ഒരു സിറ്റുവേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ടൈം പാസ് ആയിരിക്കാം. അങ്ങനെ കാണുന്നവരിലായിരിക്കും വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന മറ്റൊരാൾ വരിക. അവർക്ക് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അവര് തളർന്നു പോവുക. പിന്നീട് പല കേസുകളിൽ കൗൺസിലിംഗ് വേണ്ടി വരുന്ന ഒരു ഡോക്ടറുടെ ഒരു കൗൺസിലിംഗ് വേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാറുണ്ട് ചിലവര്. അത് പ്രണയത്തിന്റെ വേറൊരു ഗ്രീഷ്മയും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന്. കാരണം ഒരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതായിരിക്കും. ഇവിടെ ഷാരൂണും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാൾ തന്നെയാണ്. പക്ഷെ ഗ്രീഷ്മ അങ്ങനെ അല്ലായിരുന്നു. ഗ്രീഷ്മ ഒഴിവാക്കണം എന്ന് ചിന്തിച്ച ഒരു എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ പ്രണയിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ മനസ്സിലൊക്കെ. പ്രണയം എന്ന ഒരു വികാരത്തിനെ ഒന്നും അല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ് ഗ്രീഷ്മ. അതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഗ്രീഷ്മ ശരിക്കും പറഞ്ഞാൽ.
കാരണം ഇതൊക്കെ പ്രണയം എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന അത്രയും ചർച്ച ചെയ്യാൻ പാടില്ലാത്തന്നല്ല, അതങ്ങനെ ചർച്ച ചെയ്യുന്നത് നമുക്ക് അറിയാത്ത ഒരു കാര്യമാണ്. പക്ഷെ അതിനെ ഇത്രയും മാത്രം ചർച്ച ചെയ്യാൻ മാത്രമാക്കി ഇട്ട് തന്നിരിക്കുകയാണ് ആള്. ഇത്രയും ഒരു റാങ്കാരിയാണ് ഒക്കെ, പക്ഷെ അതിനൊത്തൊരു വിവരമില്ല എന്ന് വേണമെങ്കിൽ ശരിക്കും കോടതി അത് പറയുണ്ടായി. ചെകുത്താന്റെ എന്താ പറയാ ഒരു സ്വഭാവം കാണിച്ചു എന്നാണ് കോടതി പരാമർശിച്ചത് ആ ഒരു കേസിൽ. അപ്പോ ഗ്രീഷ്മയുടെ ആ ഒരു അവസ്ഥ, ഗ്രീഷ്മ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് അറിയാം. പക്ഷെ എന്താ ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആളെ ഒഴിവാക്കാൻ ഈ വഴി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നൊരു ചോദ്യങ്ങളുണ്ട്. നമുക്ക് പറയാൻ കൗൺസിലിംഗ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ രീതികളുണ്ട്. ഇതിപ്പോ അവസ്ഥ മരണം ആയിരുന്നു അതിനൊരു പരിഹാരം, അതാണ് ചോദ്യം. പക്ഷേ നമ്മളിപ്പോ കണ്ടതിൽ എന്താണ് വാട്സപ്പ് മെസ്സേജ് ഒക്കെ നോക്കിയപ്പോഴേക്കും അവനെ വിളിച്ചു സെക്സും കഴിഞ്ഞതിന് ശേഷമാണ് കൊലപ്പെടുത്തുന്നത്. പക്ഷെ ഇത് പ്രീ പ്ലാൻ ആയിരുന്നു. ഒരുപാട് തവണ ഇത് ഷാരോണിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം പെട്ടുപോയി, അതാണ്ടായത്. പ്രണയത്തിന്റെ മറ്റൊരു വശമാണത്. ഇങ്ങനെ മാത്രം ഒരാൾ എങ്ങനെയാണ് പോകുന്നത് എന്നാണ്. ഒരു പ്രണയത്തില് നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെ പാടില്ല. ഒരു ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആ സാഹചര്യത്തിലേക്ക് എത്തുന്നത്, അതിനെ കുറിച്ച് നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മനോഹരമായി കൊണ്ടുപോകാം എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു പഴയ പ്രണയങ്ങളായിരിക്കും കുറച്ചും കൂടെ മനോഹരമായിട്ട്, അല്ലെ? ആ ആത്മാർത്ഥത അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പല സിനിമകളും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മള് എഴുത്തുകാരുടെ നോവല് അങ്ങനെ കുറച്ച് സിനിമകൾ ശരിക്കും നമ്മളെ മനസ്സിൽ ഇങ്ങനെ അതിങ്ങനെ ഒരു വിങ്ങൽ, അല്ലെ? ശരിക്കും പറഞ്ഞ അവസാനം അവൻ മരിക്കുമ്പോ ഇവൾക്ക് ഉണ്ടാകുന്ന ഒരു നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഉള്ളതാണ്. പക്ഷെ ഇന്ന് ഒരു പക്ഷെ ഇന്റർനെറ്റിന്റെയും ഇതിന്റെയൊക്കെ കാലം ആയതുകൊണ്ടായിരിക്കും എത്ര പെട്ടെന്ന് നമുക്ക് മെസ്സേജുകൾ അയക്കാം, ഒന്ന് കാണാൻ തോന്നിയ വീഡിയോ കോൾ ചെയ്യാം, അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടായിരിക്കും ആ വ്യക്തിയുടെ വില മനസ്സിലാക്കാൻ പറ്റാത്തത്. അതുകൊണ്ടായിരിക്കാം. പണ്ടായിരുന്നെങ്കിൽ ഒന്ന് കാണണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണം എന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു ശരിക്കും. പിന്നെ അത് മാത്രല്ല, നമ്മളിപ്പോ ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ പണ്ടൊക്കെ വീട്ടുകാരൊക്കെ പറയുന്ന കേട്ടിട്ടെ പറയുന്ന മാർഗം മാത്രമേ ഉള്ളൂ. 2 ആഴ്ച കാത്തിരിക്കണം, ഇനി അതാരെങ്കിലും കാണോ പിടിക്കോ അങ്ങനെയൊക്കെ ഒരു പൈങ്കിളി പ്രണയം എന്നൊക്കെ പറയുന്നത്. ശരിക്കും അങ്ങനത്തെ പ്രണയങ്ങളാണ് പ്യൂർ ആയിട്ടുള്ള പ്രണയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തിനൊക്കെയോ വേണ്ടി പ്രണയിക്കുന്നു പറയാം. അതെ, ഇപ്പോഴത്തെ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഒന്ന് വഴിതെറ്റിപ്പോന്നല്ല, പ്രണയത്തിൽ നിന്നും മാറിപ്പോ ഒരുപാട് ചാൻസസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലായിരിക്കും ചിലപ്പോ ഇത്രയും കൂടുതൽ കേസുകൾ ഇതേ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് ഇതേപോലെ റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ട്, അവര് തമ്മിൽ ബ്രേക്കപ്പ് ആവുന്നുണ്ട്. കൊലപാതകം അത്രക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും കാരണം അവര് തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. പ്രണയം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, ബ്രേക്കപ്പ് ആയാലും അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ ശേഷം അവര് തമ്മിൽ പിന്നെയും ഒരു കോണ്ടാക്ട്സ് ഉണ്ട്, നല്ല രീതിയിലുള്ള കോണ്ടാക്ട്സ്. അതെന്താ വെച്ചാൽ ഒരു ബഹുമാനപൂർവ്വം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പിരിയുന്നത്. ചില സെലിബ്രിറ്റികളുടെ തന്നെ നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് അവര് പിരിയുമ്പോ നമ്മൾ വിചാരിക്കും ഇവരെന്തിനാ പിരിഞ്ഞ്, നമ്മള് പക്ഷെ അവര് ബഹുമാനപൂർവ്വമാണ് അത് പിരിയുന്നത്. അവര് തന്നെ പിന്നീട് പല സ്റ്റേജുകളിൽ ഒരുമിച്ച് വരാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർക്ക് എങ്ങനെ അത് പറ്റുന്നു എന്നൊക്കെ ഒരു ചോദ്യം വരുന്നു. ശരിക്കും അവര് തമ്മിലുള്ള ശരിക്കും പ്രണയിച്ചത് അത്രയും ബഹുമാനപൂർവ്വമാണ്. അവര് ഇപ്പൊ ആ പ്രണയത്തിൽ തന്നെ സ്വാഭാവികമായിട്ടും പ്രണയത്തിലുള്ള ഒരു കാര്യമാണ് ഇന്റിമസി അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത്. എടുത്ത് പറയാൻ സെക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അത് റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ വേറൊരു സെക്സ് എന്ന് പറയുന്നത് വേറൊരെന്നും റിലേഷൻഷിപ്പ് വേറൊന്നും അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവർ ഇതുവരെ കണ്ടിട്ടില്ല. അതും അവിടെ വേറൊരു കാര്യം. നമ്മുടെ ഇങ്ങോട്ട് കേരളത്തിലോട്ടൊക്കെ വരുമ്പോ സെക്സ് എന്ന് പറയുന്നത് വേറൊന്നാണ്. റിലേഷൻഷിപ്പ് ആയിക്കഴിഞ്ഞാൽ ബോയ്സ് കൂടുതൽ ചോദിക്കുക സെക്സ്, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് അത് വേണം ആഗ്രഹിക്കുന്നത് തീരാവുന്നേ ഉള്ളൂ. പെണ്ണിനെ അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അവൾ എന്റെ സ്വന്തമായി, അവൾ ഞാൻ പറയുന്നില്ല അനുസരിച്ച്, അല്ലെങ്കിൽ ഞാനത് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്താൽ തീർന്നു, അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നവരും. പക്ഷേ അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. നമ്മളൊരു അടിമയെ
അപ്പൊ പിന്നെ അവിടെ നിന്ന് പോവുകയാണ്, നിവർത്തിയില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ട്, നിവർത്തിയില്ല. അപ്പോ പിന്നെ ഈ പൊസസീവ്നെസ് അതെടുത്ത് പറയണം. പൊസസീവ്നെസ് എന്ന് പറയുമ്പോ നമ്മുടെ ആണ് എന്താ നമ്മുടേത് ഇനി എന്താ വേറൊരാളുടേത് ആവരുത്. ഇതിനകത്ത് ചിലപ്പോ നമ്മൾ സ്നേഹിക്കുന്ന ആള് മറ്റൊരാളുടെ അടുത്ത് കൂടുതലായിട്ട് അടുപ്പം കാണിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഇതും ആവാം. സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ പൊസസീവ് ആവാം, അതൊരു മിതമായ രീതി. പൊസസീവ്നെസ് പ്രണയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഓവർ ആവുമ്പോ അത് ടോക്സിക് ആയിട്ട് ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് മാറാം. ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളുടെ പ്രൈവസിയിലേക്ക് സത്യം കേട്ടോ. ആ വാക്ക് അവിടെ നിർബന്ധമായിട്ട് പ്രയോഗിക്കേണ്ടതാണ്, വലിഞ്ഞു കയറുക എന്നുള്ളത്. ശരിക്കും പൊസസീവ്നെസ് എന്ന് പറയുമ്പോ അവിടെ ആൾക്ക് ഫ്രീഡം കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാലും. അപ്പൊ പ്രണയിക്കാന്ന് പറയുമ്പോ വെറുതെ അങ്ങ് പോയി പ്രണയിച്ച് സ്വന്തമാക്കി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ സ്വന്തമാക്കി എന്നൊന്നും അല്ല. മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരിക്കണം, എപ്പോഴും ആ റെസ്പെക്ട് ഉണ്ടായിരിക്കണം. ഒരു പ്രണയം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും ആളെപ്പോ കൂടേണ്ടെന്നല്ല, ആളുടെ അടുത്ത് അത് ഉണ്ടായിരിക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും കാരണം കൊണ്ട് പ്രണയിക്കരുത്. കാരണം ചിലവരുണ്ട് സെലിബ്രിറ്റി ആണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആളെ കണ്ട് ആളുടെ ലുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ ആളുടെ പൊസിഷൻ, അല്ലെങ്കിൽ ഒരുപാട് നല്ല കുറച്ചും കൂടെ നല്ല പൈസയൊക്കെ ഉള്ള ആളാണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓക്കെ നമ്മളെന്നാ എന്നാ ഓക്കെ ലൈഫിൽ ഇത് ഓക്കെയാണ് ഒന്നും വേണ്ട, ആ ഒരു കാരണം കൊണ്ട് മാത്രം പ്രണയിക്കുന്നവരുണ്ട്. കാരണം ഇല്ലാതായി കഴിഞ്ഞാൽ പ്രണയം നശിച്ചു. എനിക്ക് തോന്നുന്നു ഗ്രീഷ്മയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ കണ്ട ഒരു ഇഷ്ടത്തില് അല്ലെങ്കിൽ അട്രാക്ഷന്റെ പേരിൽ നല്ലൊരു ജോലിയുള്ള ഇപ്പൊ റീസൺ മാറിയപ്പോ അവള് വേറൊരു റീസൺ തേടിപ്പോയി. അങ്ങനെയുള്ള പ്രണയങ്ങളാണ് എന്താണ് ബാക്കിയുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കുന്നത്. പ്രതികാര ചിന്തയിലേക്ക് വരുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. മ്യൂച്വലായിട്ട് പറഞ്ഞ് ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചില്ലെങ്കിൽ ശരിക്കും പ്രതികാര ചിന്ത ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം ഇതിലൊരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രണയത്തിലാണെങ്കിലും ഒരു ബന്ധമുണ്ട്. നമ്മുടെ സാഹചര്യങ്ങള്, കുടുംബ പശ്ചാത്തലം എല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. ഇത് നല്ലൊരു കുടുംബത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് അങ്ങനെ വരുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ സമൂഹം കാണുന്നത് കല്യാണം കഴിഞ്ഞാൽ തന്നെ പ്രണയം മാറ്റി വെച്ച് കല്യാണത്തിലോട്ടൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് നന്നായി നടന്നില്ലെങ്കിലും അവര് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ചോദിക്കും എന്താ അത് കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്താൽ കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ശരിക്കും കുത്തുവാക്കുകള് അവരെന്ത് ഇനി സമൂഹത്തിൽ നമ്മുടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് എത്ര മോശക്കാരാവോ അങ്ങനെയുള്ള പല ചിന്തകളും ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ണ്ട് നമ്മളെ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെയാണ് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പോകുമ്പോ നമ്മുടെ വീട്ടിൽ കുഴപ്പമില്ല, അവനെ കൂടായിരുന്നല്ലേ നടന്ന് ഇനി ഇവർക്ക് കല്യാണാലോചന വരുമോ, ഇവർക്ക് നല്ല ജീവിതം ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കി കാണുള്ളൂ. എന്താ അതിന്റെ കാരണങ്ങൾ ആർക്കും അറിയണ്ട. നമ്മൾ ആ റിലേഷൻഷിപ്പിൽ എത്ര മാത്രം ബുദ്ധിമുട്ടിയിരിക്കുന്നു ആർക്കും അറിയണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രീഷ്മനെ എന്താ പറയാ അനുകൂലിച്ച് പറയല്ല, അവളുടെ അവസ്ഥ വേറെയാണ്. പ്രണയത്തെ ഞങ്ങൾ പൊതുവായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ, എങ്ങനെയൊക്കെ ആൾക്കാര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ബഹുമാനത്തോടെ പ്രണയിക്കാന് എങ്ങനെ എന്ന് നമ്മൾ പഠിക്കും, അതാണ് ശരിക്കും പറഞ്ഞ ഈ സിറ്റുവേഷനിൽ ചോദിക്കേണ്ടത്. അതെ ഈ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അത് ഫോക്കസ് ചെയ്യണം, എങ്ങനെ ഒരാളെ ബഹുമാനത്തോടെ പ്രണയിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിവിധ കാര്യങ്ങൾ എടുത്ത് തന്നെ ശരിക്കും ഫോളോ ചെയ്യാം അല്ലെ. ചില കാര്യങ്ങളിലൊക്കെ എടുത്ത് നോക്കാം, എല്ലായിടത്തും നോക്കണം അവിടുത്തെ പോലെ ഇവിടെ നടക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ ഫോളോ ചെയ്യുന്നവരാണ് നമ്മള്, അവരെന്തേലും ചെയ്താൽ ട്രെൻഡിങ് ആയിട്ടുള്ളതിന് കൂടെ പോകുന്നവരല്ലയോ. പക്ഷെ ചില കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ഫോളോ ചെയ്യാതെ മനഃപൂർവ്വം വിട്ടുകളയാണ്. ഇപ്പോഴും പലർക്കും ഇഷ്ടം കലിപ്പനും കാന്താരി ആവാനാണ്. ശരിക്കും എത്ര വലിയ ആളാണെങ്കിലും പ്രണയം അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. എന്നിട്ട് ചിലര് പറയുന്നത് കലിപ്പനാവുന്നത് ഭാഗമാണെന്നാണ്. ഒരിക്കലും അല്ല. ശരിയാണ്, പ്രണയത്തില് കലിപ്പനും കാന്താരിയൊക്കെ കളിച്ച് ട്രെൻഡ് പോലെ നടന്നുകൊണ്ടിരിക്കായിരുന്നു കുറച്ചു കാലം മുമ്പ്. അത് ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. റീൽസിലാണെങ്കിലും ഒരു ഹെൽമെറ്റും ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ പുറകെ ഒരാളും കൊണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമുക്കിത് കാണുമ്പോഴേക്ക് ഭയങ്കര
സന്തോഷമല്ല, നമുക്ക് അതൊക്കെ ഓക്കെ കോമഡി ആയിട്ട് കാണാം. പക്ഷെ അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് പ്രണയ പകയില് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 4735 സൂയിസൈഡ് കേസാണ് ലവ് ഫെയിലിയർ മൂലം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്രയും ഇത് ബോയിന്ന് മാത്രമല്ല, ഗേളിലും ബോയിലും സൂയിസൈഡ് കേസ് ഉണ്ടായത്. അത് കൂടുതൽ സൂയിസൈഡ്സ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതില്. ഇവരുടെ ജീവിതം വെച്ച് കളിച്ചുകൊണ്ടാണ് മിക്കവാറും എല്ലാവരും ദൃശ്യങ്ങള് ഇവിടുത്തെ കാര്യത്തിൽ കൂടുതൽ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്, പ്രൈവസി മാറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇഷ്ടപ്പെടുത്തുന്നത്. ഗ്രീഷ്മ പറയണ്ടായി, അവള് റൂം എടുത്ത് താമസിച്ച് അവിടെ പോയി ഫോട്ടോസ് എടുത്ത് അത് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രാപ്പാണ് ശരിക്കും പറഞ്ഞ. അങ്ങനെ ഒരു കാരണം വെച്ചിട്ട് ഒരാളുടെ സ്നേഹം പിടിച്ചു വാങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര കാലത്തേക്കാ, അത് എത്ര കാലം നമ്മൾ അങ്ങനെ അഭിനയിച്ചു നിൽക്കും, ബുദ്ധിമുട്ട് നിൽക്കും. അതിനേക്കാൾ നല്ലത് സാധാരണപരമായി പിരിയല്ലേ. എന്നാ നമ്മൾ ഇനി ഇതൊക്കെ ഒന്ന് പഠിക്കല്ലേ ശരിക്കും പറഞ്ഞ. പക്ഷെ അത് തന്നെ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോഴേ ബോയ് ചോദിക്കല്ലേ, അങ്ങനെ ഒരു അവസ്ഥയില്ലേ. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് അത്ര റെസ്പെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഇതിന്റെ ഒരു പാർട്ട് മാത്രമേ അവർ പിരിക്കാനും കുഴപ്പമില്ല. അത് അവര് ബോധേഡ് ചെയ്യത്തില്ല ഇങ്ങനൊരു വിഷയത്തെ കുറിച്ചിട്ട്. ശരിയാണ് ശരിയാണ് ശരിയാണ്. അല്ല, നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് അങ്ങനെയാണ്, അതുകൊണ്ട് പറയുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടെ ബോണായിട്ട് ചിന്തിക്കുന്നുണ്ട്, വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് അതുപോലെ തന്നെ തോന്നിയത് പേടിയുള്ള ഒരു സമൂഹം വളർന്നു വരുന്ന തോന്നിയിട്ടുണ്ട്. സിംഗിൾ ആയിട്ട് ജീവിച്ചു അയ്യോ എനിക്ക് വേണ്ടേന്നവരുണ്ട് ഒരു പദം. പേടിയാണ് അവർക്ക്. കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം. എത്രമാത്രം കേസുകളാണ് കല്യാണം കഴിഞ്ഞിട്ടായാലുള്ള കൊലപാതകം, അല്ലെങ്കിൽ ആത്മഹത്യ, പ്രണയ നൈരാശ്യം പോലുള്ള ഇത് നമുക്ക് അത് ഫേസ് ചെയ്യാനുള്ളൊരു മടി, അല്ലെങ്കിൽ പറ്റത്തില്ല ഇപ്പോഴും വിചാരിച്ചിരിക്കുകയാണ്. കാരണം പറ്റത്തില്ല, ആ ഒരു പേടി കാരണമാണ് അവര് പ്രണയമേ വേണ്ട എന്ന രീതിയിൽ വന്നത്. പക്ഷെ ചില അഭിപ്രായത്തിൽ എല്ലാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്രണയം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ചൂടുള്ള പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ശരി. അതുപോലെ എനിക്ക് തോന്നി എന്താ പറയാ, പോസസീവ് ആവാം പ്രണയത്തില്, പക്ഷെ അത് ആസ്വദിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മള് സ്നേഹിക്കുന്ന ഒരാള് നമ്മുടെ മേല് പോസസീവ് കാണിക്കുമ്പോൾ നമ്മളത് ആസ്വദിക്കും. പക്ഷെ അത് വിഷമാണ്. ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലര് ആദ്യ സമയങ്ങളിൽ ഇത് ആസ്വദിച്ച് പിന്നെ അത് അയ്യോ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയുന്നവരും ഉണ്ട്. ഈ സെയിം പേഴ്സൺ ആദ്യം ചെയ്ത സാധനം തന്നെ ആയിരിക്കും ലാസ്റ്റ് അവൻ ചെയ്യുന്നത്, ടോക്സിക് ആവുക അല്ലെങ്കിൽ പോസിറ്റീവ്നെസ് കാണിക്കുന്നത്. അതപ്പോ ആ പെണ്ണിന് നീ മുന്നേയൊക്കെ അത് ആസ്വദിച്ചിരുന്നല്ലോ, ഇപ്പൊ എന്താ ആസ്വദിക്കാത്ത, അതൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. കാരണം ഒരു പെണ്ണെ ആദ്യമേ അത് പറഞ്ഞ് മനസ്സിലാക്കി പോവുക. ഇഷ്ടമല്ല തുറന്നു പറയണം. പരസ്പരം ബഹുമാനിച്ച് അത് അക്സെപ്റ്റ് ചെയ്ത് പോയാൽ എത്ര മനോഹരമായിട്ട് നമുക്ക് പ്രണയിക്കാം അല്ലെ. ശരിക്കും കാലങ്ങൾ പോകുന്നത് അറിയില്ല ചിലപ്പോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് എന്താണ് എന്നാ പിന്നെ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ടൊക്കെ തന്നെ എന്താ ബോയ്സിനും ഗേൾസ് ഇല്ലാത്ത അവസ്ഥയാണ് സത്യം. എന്താ പറയുന്നത്, ഇപ്പൊ സമൂഹത്തില് ഇപ്പൊ പുരുഷന്മാർക്ക് സ്ത്രീകളെ കിട്ടുന്നില്ല വിവാഹം കഴിക്കാൻ. സ്ത്രീകളുടെ എണ്ണം ഗണ്യമായിട്ട് അവസ്ഥയും വന്നിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, പെൺകുട്ടികൾ സ്വന്തം കാലില് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾക്കൊരു പോസിബിലിറ്റി വന്നു കഴിഞ്ഞാല് പിന്നെ അവിടെ വിവാഹം എന്നുള്ള ചിന്ത പെൺകുട്ടികൾക്ക് ശരിക്കും വരില്ല. പൊതുവെ അങ്ങനെയാണ്, പെൺകുട്ടികൾക്ക് വരില്ല. പിന്നെ അവരുടേതായ കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ട് ഒരു പാർട്ട്ണർ ഇല്ലെങ്കിലും വിവാഹം കഴിക്കണം അവർക്ക്. ബോയ്സിന് അങ്ങനെയല്ല, ഇവർക്ക് വിവാഹം നിർബന്ധം. അതുകൊണ്ട് പെണ്ണും കിട്ടാണ്ട് പോണപ്പോ. പക്ഷെ അവർക്കൊരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിന് സ്ട്രഗിൾ ആണ്, ഗേൾസിനെ കിട്ടുന്നില്ല. അവര് കുടുംബത്തിന്റെ പ്രാരാബ്ദം ഏറ്റെടുത്ത് ഒരു 28-29 വയസ്സാകുമ്പോ ഗേൾസിനെ അന്വേഷിച്ചെടുക്കുമ്പോ എല്ലാരും കമ്മിറ്റഡ് ആയിരിക്കും, കെട്ടാൻ താല്പര്യമില്ല. പൊതുവെ ഇപ്പൊ അങ്ങനെയാണ്, പെൺകുട്ടികൾ അധികം കല്യാണം കഴിക്കാൻ താല്പര്യം കാണിക്കാത്തൊരവസ്ഥ. അവിടെ വരെ എത്തി ശരിക്കും പറഞ്ഞ വിഷയത്തിൽ തന്നെ മാറിയ പോലെ. എന്താണ് പ്രണയിക്കുമ്പോ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇനിയൊരു ശരിക്കും നമുക്ക് സ്കൂളുകളിലും കോളേജുകളിലും എങ്ങനെ നല്ലൊരു മനുഷ്യനാവാം അല്ലേ. ശരിക്കും അങ്ങനെ ഒരു ഇത് വേണം, എഡിറ്റിംഗിലും ശരിക്കും വേണം. എന്നാലേ ഉള്ളൂ ഇത്രയും കേസുകളിലേക്കൊക്കെ പോകുമ്പോ ഒരാളെ എന്നൊക്കെ പറയുമ്പോ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് ഒരാളെ കൊല്ലുമ്പോ
അങ്ങനെ ഒരു സമൂഹം നമുക്ക് അങ്ങനത്തെ സമൂഹം അല്ല വേണ്ടത്. അപ്പൊ നന്നായിട്ട് പ്രണയിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇങ്ങനെ കൊലപാതകം നടത്തുമ്പോ ആ ഒരു പ്രണയത്തിനാണ് വെല്ലുവിളിയാകുന്നത്. അങ്ങനെ നല്ലപോലെ പ്രണയിക്കുന്ന ആൾക്കാർക്കും അറിയാതെ വെല്ലുവിളിയോ. ശരിക്കും അത് ഇതൊക്കെ നമ്മുടെ വീട്ടുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യും. സത്യം കേട്ടോ. അതുകൊണ്ടൊക്കെ പറയുന്നത് പ്രണയിക്കുമ്പോ അവർക്കൊരു പേടി, വീട്ടുകാർ അറിഞ്ഞു കഴിയുമ്പോ അവർക്കൊരു പേടിയാ. ലവ് മാരേജ് ആണോ അങ്ങനെ അത് വേണ്ട. നമ്മള് പ്രണയിക്കുന്ന സമയത്ത് ശരിക്കും പറയാറുണ്ട്, ഒരു പൊമ്മൂടിയായിരിക്കും അത് പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു. പക്ഷെ കല്യാണത്തോട്ട് വഴി തെറ്റി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ അവരെ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് ജീവിക്കുകയാണ് ഒരു റൂമില്. അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉടക്കുന്നത്. പ്രണയത്തില് നമ്മള് നമ്മുടെ പോസിറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. നെഗറ്റീവ് ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് കാണിക്കുക. ശരിക്കും ഇതാണ് ശരി. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങള്. മിസ്മയുടെ കേസും അതൊക്കെ കണ്ടില്ലേ. പക്ഷെ മാരേജ് നോക്കുമ്പോ ലവ് മാരേജ് നല്ലതാണ്, അറേഞ്ച് മാരേജ് നല്ലതാണ് അല്ലേ? റെസ്പെക്ട് ചെയ്ത് രണ്ടുപേരും മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ എല്ലാം അടിപൊളിയാണ്. പക്ഷെ അറേഞ്ച് മാരേജില് ദിവസത്തെ പരിചയം കൊണ്ട് നമ്മള് പെൺകുട്ടികളൊക്കെ പോയായിരിക്കും കുറച്ചുകൂടെ ചിന്തിക്കണ്ടാവുക. ഒരു ദിവസത്തെ പരിചയം എങ്ങനെ ആ ജീവിതത്തിലേക്ക് കയറ്റും, അങ്ങനെ ഒരു ഒറ്റ ദിവസത്തെ പരിചയമുള്ളൂ. പിന്നെ ചായ കുടിക്കുന്നു പോകുന്നു. കല്യാണത്തിലേക്ക് ശരിക്കും അങ്ങനെയുള്ള ആചാരങ്ങൾ ഇപ്പോഴും ഉണ്ട്. ആചാരമുണ്ട് അങ്ങനെയുള്ള. അതന്നെ ഇപ്പൊ പെണ്ണ് കാണാൻ വന്നു, അത് കഴിഞ്ഞിട്ട് ആ ബോയോട് മിണ്ടിക്കൂടാ, വാങ്ങാൻ പോയിക്കൂടാ. റെസ്ട്രിക്ഷൻ ആണ്. പക്ഷെ വേറൊരു സംഭവം, നമ്മുടെ സമൂഹത്തിന്റെ ആചാരങ്ങളാണ് എല്ലാം. പെണ്ണ് കഴിഞ്ഞിട്ട് ചേട്ടന്റെ വീട് കാണലൊരു ചടങ്ങുണ്ട്. പക്ഷെ അതിന് പെൺകുട്ടികളെ മാത്രം കൊണ്ടുപോയില്ല. ആ പെൺകുട്ടി അങ്ങോട്ട് കയറി ചെല്ലണ്ട, പക്ഷെ ആ പെൺകുട്ടിയെ കൊണ്ടുപോയില്ല. ബാക്കി എല്ലാവരും പോകും, ഇവിടെ മാത്രം കൊണ്ടുപോയില്ല. ആ കുട്ടിയാണ് അവിടെ ജീവിക്കേണ്ടത്. ഒരുപാട് പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ പ്രശ്നം കൂടെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ അതിൽ നിന്ന് നമ്മളിപ്പോ മാറി മാറി വരുന്നുണ്ടെന്ന്. ശരിക്കും വരുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും തന്നെ അത് കാണാനുണ്ട്. ഇപ്പൊ ഗേൾസ് അങ്ങനെ പോകുന്ന ചടങ്ങാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ? നമുക്കൊരു ഫോളോ ചെയ്യാവുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. പ്രണയപ്പകയില് ആസിഡ് ഒഴിക്കുക, മുഖത്ത് ഒഴിക്കുക, ഭീഷണിപ്പെടുത്തുക, പൈസ തട്ടി വെക്കുക, എന്തൊക്കെ പരിപാടികളല്ലേ നമ്മുടെ സമൂഹത്തിൽ. പ്രണയം നമുക്ക് അങ്ങനെ പ്രണയത്തിൽ തന്നെ വീണ്ടും വരികയാണെങ്കിൽ അതിന്റെ നല്ല രീതിയിൽ പ്രണയം പോവുകയും ചെയ്യും. ഒരെണ്ണം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടും അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒരാൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഒരാൾക്ക് പല പല ഘട്ടങ്ങളിലേക്ക് ആള് പോവാ. ആള് ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടായിരിക്കും മറ്റേ പേഴ്സണിനോട്, ആ പേഴ്സണിനോട്. അപ്പോ മൂവ് ഓൺ ചെയ്യാതെ ഡിപ്രസ്ഡ് ആയിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരിലാണ് കൂടുതൽ പ്രശ്നം. ചിലവര് അങ്ങനെ മാറി നിൽക്കും. ആ ഒരു അഡിക്ഷൻ, ആ ഡിപ്രഷൻ അങ്ങനെ പോകും. ചിലവര് അങ്ങനെ പോയി പക്ഷെ ഒന്നും ഉണ്ടാവില്ല. വേറെ ചിലവര് ആ അഡിക്ഷന് പിന്നെ നമ്മുടേത് നീ ഇനി ആരുടെ, ഗ്രീഷ്മ പറഞ്ഞൊരു വാക്ക് അതിനകത്ത് ഇനി അവൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഇനി വേറെ ആരുടെ ആവരുത്, അങ്ങനെ ഒരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അങ്ങനെ ചില ആൾക്കാർ ചിന്തിക്കുന്നത്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി അത് വേറെ ആർക്കും കിട്ടരുത്, അങ്ങനെ ഒരു അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഓരോ അപകടങ്ങള് ചാൻസ് വരുന്നത്. ആസിഡ് മുഖത്തൊഴിക്കുക, അവളുടെ സൗന്ദര്യം അല്ലേ അത് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ആരെയും നോക്കുവോ, എന്തെങ്കിലും ചെയ്യുവോ, അങ്ങനത്തെ ഒരു കാര്യങ്ങള്. പ്രണയപ്പകകള് പിന്നെ അതൊന്ന് ഒരു കൊലപാതകത്തിലേക്ക് എങ്ങനെ എത്തുന്നത്, സൂര്യയുടെ അഭിപ്രായം? ഒരു കൊലപാതകത്തിലേക്ക് പ്രണയം നിഷേധിക്കപ്പെട്ടു, അതങ്ങനെ പോയി, എന്നിട്ട് എങ്ങനെയാണ് ഒരു കൊലപാതകത്തിലേക്ക് അത് എങ്ങനെ എത്തുന്ന സൂര്യ വിചാരം? പേഴ്സണലി തോന്നുന്നത് ഒരു ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചൊരാളെ നമുക്ക് കൊലപ്പെടുത്താൻ പറ്റില്ല എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോകുമെങ്കിൽ ശരിക്കും അത്രയും കാലം നിന്നിരുന്ന ഒരു വ്യക്തിയുടെ വേറൊരു വേർഷൻ, വേറൊരു മുഖം നമ്മളവിടെ കാണാൻ പോകുന്നത്. ചിലപ്പം ചിലര് ന്യായീകരിക്കാൻ വേണ്ടിട്ട് പറയും അത്രയും സ്നേഹം കൂടിപ്പോയതുകൊണ്ടാണ്. അത്രയും അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബഹുമാനപൂർവ്വം മാറിക്കൊടുക്കേണ്ടത്. ശരിക്കും അവരുടെ നല്ലൊരു ജീവിതം, അവരുടെ മുമ്പോട്ടുള്ള ജീവിതം നന്നായിരിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ. അത് പറ്റാത്തോണ്ടല്ലേ, അത് മനസ്സിലാക്കിയാൽ മതി. അത്രയും പ്യൂറൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഒരു അവസരം വരുമ്പോ മാറുക, വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, അങ്ങനെയൊക്കെ ചിന്തിച്ചത്. അവർ ആ സമയത്ത് ചിലപ്പോ ഭയങ്കര സൈക്കോപാത്തുകളായിട്ട് മാറും ചില സമയങ്ങളില്. ശരിയെ, പ്രത്യേകിച്ച് ബോയ്സ് എടുത്ത് പറയേണ്ടി
ചിലപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കണ്ടായി ഇവളെന്നാരും ഇത് എന്താ പറയുന്നത് പറയുന്നത് പ്രത്യേകിച്ചും റിലേറ്റഡ് ആയിട്ടുണ്ടാവും പലരും. ശരിക്കും പറഞ്ഞ പലരും ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ചിലര് പാലിനോട് വഴക്കുണ്ടാക്കിയിരിക്കുന്നവരായിരിക്കും. ഇപ്പൊ അങ്ങനെയുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പ്രശ്നം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കുക. ശരിക്കും നിങ്ങൾ രണ്ടുപേര് തമ്മിലുള്ള ഒരു പ്രശ്നം മൂന്നാമതൊരാളെ കേറ്റാതിരിക്കുക. സത്യം ഒരു റിലേഷൻഷിപ്പില് ആ രണ്ടുപേരുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണത്. അതിനകത്ത് ഒരു ഇനിയിപ്പോ ഒരു ബെസ്റ്റ് ആരാണെങ്കിലും ഒരു സ്പേസ് കൊടുക്കരുത്. ശരിക്കും പേഴ്സണൽ കാര്യങ്ങൾ നമ്മളായിട്ട് തീർക്കണം, പറഞ്ഞു തീർക്കണം. അത് വേറെ എത്തിക്കഴിയുമ്പോഴാണ് മ്യൂച്വൽ ഫ്രണ്ടിനെ ഉൾപ്പെടുത്തി കാര്യങ്ങളെല്ലാം ഒരിക്കലും ചിലപ്പോ അവനായിരിക്കും പിന്നെ ആ പെണ്ണിനെ. സത്യമായിട്ടും അങ്ങനെയൊക്കെ പോക്ക്. അതുകൊണ്ട് മാത്രല്ല അങ്ങനെയൊക്കെ വരുമ്പോ പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവുള്ളൂ. നമ്മൾ സംസാരിക്കുള്ളത് സംസാരിച്ച് തീർത്താൽ അവിടെ പ്രശ്നം തീർന്നു. രണ്ടുപേരും പ്രണയിച്ചവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഒരു നേരം മിണ്ടാതിരുന്നാലുള്ള ആ ഒരു അവസ്ഥ അവർക്ക് മനസ്സിലാവും. ഭാഗം നിക്കാൻ നിൽക്കരുത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രശ്നം സോൾവ് ചെയ്യും. കാരണം സോൾവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പെണ്ണ് അവസ്ഥയാണ്. ഇവരുടെ ഈ പൊസസീവ്നെസ് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോ ഇന്ന ഡ്രസ്സ് ഇടരുത്, ഇവരിങ്ങനെ ഇന്ന ഡ്രസ്സ് ഇടരുത്, അല്ലെങ്കിൽ നീ എന്തിനാ അവിടെ പോണേ, നീ എന്തിനാ ഇവിടെ പോണേ, നീ ആരുടെ കൂടെ പോണോ, എത്ര മണിക്ക് ഇതൊക്കെ ചോദ്യങ്ങളാ. അത് മാത്രല്ല കണക്ക് കൊടുക്കണം. സത്യം സ്ക്രീൻഷോട്ട് എല്ലാം അറിയണം, എല്ലാം നോക്കിയിട്ട് ഒരാളുടെ സ്വാതന്ത്ര്യത്തെയാണ് പിടിച്ചു കളിക്കുന്ന ഇവര്. അങ്ങനെ ആകുമ്പോ ആർക്കെങ്കിലും ദേഷ്യം വരും, പിന്നെ അത് നമ്മൾ പ്രതികരിക്കും. ആദ്യമൊക്കെ നമ്മൾ പ്രതികരിക്കാതിരിക്കും, ഇങ്ങനെ കുഴപ്പമില്ല പോട്ടെ നമ്മൾ സ്നേഹിക്കുന്ന ആളല്ലേ, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും ചോദിച്ചാൽ അങ്ങനെ പോകും. പക്ഷെ പിന്നീട് നമുക്ക് ഇതൊന്നല്ല, ഇതെന്തോ ഭ്രാന്താണെന്ന് പിന്നെ നമുക്ക് സത്യം പറയുമ്പോ പിന്നീട് ഇങ്ങനെ ഓരോ കുറ്റകൃത്യങ്ങളിലേക്കും അവിടുന്ന് മൂവ് ഓൺ ചെയ്യാൻ ഗേൾസിന് ഭയങ്കര പാടായിരിക്കും. ഇത് ഗേൾസ് മാത്രല്ല ഇങ്ങനെ സൈക്കോപാത്തുകളായി പോകുന്നത്. സൈക്കോപാത്ത് എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാണ്. പോസസീവ്നെസ് കാണിക്കുന്നത് മാത്രല്ല കേട്ടോ, സ്ത്രീകളുണ്ട്. അയ്യോ ചിലപ്പോ നമ്മൾ സ്നേഹിക്കുന്ന പുരുഷൻ ചിലപ്പോ വേറൊരു പെൺകുട്ടിയെ നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. വലിയ ഫ്രണ്ട്സ് ആണെങ്കിലോ, അല്ലെങ്കിൽ എന്തിനാ ഫ്രണ്ട്സ് ആവുന്നത്, കസിൻസ് മതിയല്ലോ. കൂടെ അപ്പൊ നമ്മൾ ചിലപ്പോ പറയുന്നത്, നീ വെറും എന്താ പറയാ, നീ എന്നാ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നേ, അതിനു മുമ്പ് എനിക്ക് ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലേ? അപ്പൊ എന്തായാലും അങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മൂവ് ഓൺ ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. കാരണം പിന്നെ അവർക്ക് പേടിയാണ് ആ പാർട്ട്ണർ നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ്. പ്രേമിക്കുന്ന സമയത്ത് അവരെന്തായാലും ആ ടൈമില് പരസ്പരം നല്ല റിലേഷൻഷിപ്പിലായതുകൊണ്ട് തന്നെ പല രീതിയിലും അവർ ഒന്നായിട്ടുണ്ടാവും, അല്ലേ? ശരിയാണ്. പക്ഷെ എന്താ ഈ നമ്മള് ഈ പാസ്ഡ് ഒഴിച്ച് അങ്ങനെ എന്താ നമ്മള് ഓരോ പ്രതികാരങ്ങൾ അങ്ങനെ ചെയ്യും. ചിലപ്പോ പ്ലാനഡ് ആയിരിക്കും, ഒരാളെ ജസ്റ്റ് എന്നുള്ള രീതിക്കായിരിക്കും, പക്ഷെ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിന് കൂക്കുന്ന വേറെ ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് പറഞ്ഞ കുറച്ച് പേരുണ്ട്. ഒരാളുടെ മാത്രം ഇതുകൊണ്ടല്ല. ഇപ്പൊ ഗ്രീഷ്മയുടെ കാര്യത്തിൽ തന്നെ അമ്മനും കൂടെ വന്നു പ്രതിപട്ടികയില്, ആളും വന്നു, അപ്പൊ ഗ്രീഷ്മയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും അവരെ ബോധേഡല്ല ഇനി വരാൻ പോകുന്ന കോൺസിക്വൻസ് എന്താണെന്ന്. പക്ഷെ ചിലപ്പോ നമ്മുടെ നിയമങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇതിൽ കൂടുതൽ ഇനി ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളൊരു മുഖത്ത് ആ കോൺഫിഡൻസ് ഉണ്ട്. എന്തും കാരണം കേസ് തെളിയിക്കുന്നത് മുന്നേ വരെയും പോലീസിനോട് പറഞ്ഞോണ്ടിരുന്നത് ഞാൻ ഇതിന്റെ ചെയ്തിട്ടില്ല, അറിയില്ല, കഷായം ഒന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ. അവന്റെ സഹോദരൻ എങ്ങാനും ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കഷായം കുടിച്ചിരുന്നു എന്നൊരു കാര്യം. ലാസ്റ്റ് മരണമൊഴി കൊടുത്ത സമയത്താണ് പറയാണ് ഞാൻ അവിടുന്ന് കഷായം കുടിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മയുടെ. ആ ഒരു പോയിന്റ് ആണ് അവിടെ മാറ്റിമറിച്ചത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പക്ഷെ അവൻ ഒരിക്കലും അവളെ കുറ്റം പറഞ്ഞിട്ടില്ല, അവൾ ഒരിക്കലും ചെയ്യില്ല എന്നൊരൊറ്റ കാരണമാണ് മരിക്കാൻ കിടക്കുന്ന ആളാണ് പറയുന്നത്. ആ ഒരു വിശ്വാസം ശരിക്കും പറഞ്ഞാൽ വിശ്വാസ വഞ്ചനയാണ് അവിടെ കാണിച്ചത്, എടുത്തു പറയണം. ഗ്രീഷ്മയുടെ വിശ്വാസ വഞ്ചന അതും വെച്ച് അവള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് അത് തള്ളിക്കളയാം, പക്ഷെ അതിന്റെ ഒരു
എന്താ പറയാ, ആ ഒരു വേദന ഉണ്ടല്ലോ, ആ കുടുംബം ഇപ്പൊ അനുഭവിക്കുന്ന ഒരു വേദന, ഒരാളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാണ്. ഒരാളുടെ നഷ്ടം ആ കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. അവനോടായിരുന്നു പ്രതീക്ഷകളും ആഗ്രഹങ്ങളും, എത്രയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ പോലെ തന്നെ അല്ലേ ഇപ്പൊ ഒരു ജീവനല്ലേ അത്. ആ ജീവന് ആ ജീവന്റെ ഒരു വില അതിന്ന് ഓർക്കണമായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞ. പിന്നെ മറ്റേ ശ്രുതിയുടെ കാര്യം ഉണ്ടല്ലോ വയനാട്ടില്, അപ്പൊ ഇവരുടെ കൂടെയൊക്കെ ശരിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. പ്രണയം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഗ്രീഷ്മയുടെ ഭാഗത്താണ് നമ്മള് തെറ്റ് കാണുന്നത്. പക്ഷെ ഷാരോണിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഷാരോണെ നമുക്ക് മാറ്റിയെടുത്തിട്ട് ഗ്രീഷ്മനെ കൂടെ കൊണ്ടുവരണ്ടേ. അപ്പൊ നമ്മള് ഇതുപോലെ നല്ലൊരു പ്രണയത്തെ നമ്മൾ ഇവിടെ നോക്കിച്ചാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലുള്ള ആൾക്കാര്, ഒരാളാണ് ശ്രുതിയും വയനാട്ടില് ജെയ്സൺ അല്ലേ, അവരുടെ പ്രണയം ശരിക്കും പറഞ്ഞാൽ അവൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് അവൻ മാത്രമായിരുന്നു. ശരിക്കാണ് വിധി എന്ന് പറയുന്നത്. ശരിക്കും ക്രൂരമായിട്ടുള്ളൊരു വിധി വരുന്നത് അവസ്ഥ അല്ലെ. എന്താ ഒരു ഭാഗത്ത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ജീവനായിട്ട് അല്ലെ മൽപ്പിടുത്തം പിടിക്കുന്ന, ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നാ മതി അല്ലെങ്കിൽ ആ ശല്യം ഒന്ന് ഒഴിഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവര് രണ്ടുപേരും സമൂഹത്തിലുണ്ട്. അതെ, പക്ഷെ ഇതുപോലെ തന്നെ വേറൊരു കേസ് ഉണ്ടായിരുന്നല്ലേ, നീനുവിന്റെ കെവിന്റെ കേസ്. അതും ഇതുപോലെ കെവിന് വേണ്ടിയിട്ട് നീനു ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞ് പോലീസ് കേസ് നടത്തുന്നു. പക്ഷെ അവരുടെ വീട്ടുകാരുടെ അതൊരു ജാതിപരമായിട്ടുള്ള പ്രശ്നം, കോൺട്രവേഴ്സി ഒക്കെ വന്നതായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാല് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരുന്നത് ഈ ജാതിയുടെ പേരുണ്ട്. വീട്ടുകാരും ഇതിലൊരു പങ്കുണ്ട്. നമ്മളിപ്പോ ഈ കേസ് മാറ്റി വെക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരാൻ കുടുംബത്തിൽ അതിലൊരു ബന്ധമുണ്ട്. കുടുംബക്കാർ നമ്മളൊരു ഇഷ്ടം വീട്ടിൽ പറയുമ്പോൾ അവർ പറയും എന്താ ഇത് ശരിയാവില്ല, ഇവൻ എന്താ പറയാ ജാതിയാണോ, അല്ലെങ്കിൽ ജാതകം ചേരില്ല. ജാതകം ഒന്നും ഇപ്പൊ അതിലൊന്നും വിശ്വസിക്കുന്നവരല്ല ഇപ്പോഴുള്ള കാലഘട്ടത്തിലുള്ളവര്. പക്ഷെ അങ്ങനെ മാറ്റുന്നവരുണ്ട്. കാരണം ഇപ്പൊ ഈ ഗ്രീഷ്മയുടെ കാര്യത്തിലാണെങ്കിൽ അവളെ ജാതകം ഫസ്റ്റ് കല്യാണം മരിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഇതൊക്കെ ഇൻജക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലൊന്നും ചേർച്ചയില്ലെങ്കിൽ വേണ്ട, ഈ കല്യാണമേ വേണ്ട എന്ന രീതിയിലേക്ക് മാറുകയാണ്. പ്രേമിച്ച ഒരാളെ അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥയോടെ സ്നേഹിച്ച ഒരാളെ വേണ്ട എന്ന് പറയുന്നത് എന്തുമാത്രം അവസ്ഥയാണല്ലേ. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, നിസ്സാര കാരണം കൊണ്ട് ഇപ്പൊ എന്താ പറയാ, ചിലപ്പോ ഈ ജ്യോതിഷന്മാര് തന്നെ ജാതകം നോക്കാതായിരിക്കും കഴിച്ചിട്ടുണ്ടാവും. അത് സത്യമായിട്ടോ, അങ്ങനെയൊക്കെ സാഹചര്യം അല്ല. ഈ ജാതകത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. മനസ്സ് അത് എത്രയാണെന്നുള്ളതും അതിനനുസരിച്ചിട്ടാണല്ലോ ജീവിതം പോണത്. അല്ലാണ്ട് ഇപ്പൊ ഈ ജാതകം കൊണ്ട് ഇങ്ങനെ ഒരു ജാതകം കാരണമാണ് ഇവര് പിരിയണ, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാല് മരണം ഉണ്ടാവും, അത് ഉറപ്പാ. അത് കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മറന്ന് വേറൊരാളുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തിന്റെ പോക്ക്. ഒരു വിധത്തിൽ പറഞ്ഞ കുറെ സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഫോളോ ചെയ്യണം. എന്തൊക്കെ ത്യജിക്കണ ഒരു പ്രണയം എക്സസൈസ് പോണെങ്കിലേ ശരിക്കും പറഞ്ഞ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ജാതകവും മറ്റേത് മറിച്ചതെന്നൊക്കെ. അല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് മാറി നല്ലൊരു ഓപ്ഷൻ കിട്ടി അവരപ്പ. രണ്ട് തലങ്ങളാണ് ശരിക്കും, സത്യം. എന്തായാലും ഇന്നത്തെ തലമുറയില് പ്രതികാരമൊക്കെ കുറച്ച് കുറവാണെന്ന് കുറവായിരിക്കണം അല്ലേ. കാരണം കുറെ സിറ്റുവേഷൻഷിപ്പും ബെസ്റ്റ് ഒക്കെ കളിയല്ലേ, അപ്പൊ പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. അവര് കൂടുതലും എല്ലാം അറിയുന്നവരാണ്. അവർക്ക് ശരിക്കും പറഞ്ഞ കുറച്ചു മുമ്പ് കുറച്ച് കാലങ്ങൾ അപ്പുറത്തേക്ക് ചിന്തിച്ചാല് ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. നമ്മള് ഇപ്പോഴല്ലേ നമ്മൾ ഇങ്ങനെ ഓരോ കേസുകളൊക്കെ ആയിട്ട് കേൾക്കുന്നത്, അത്ഭുതകരമായി അല്ലെ. എന്തിനും ഒരു പ്രതികാരം, ഇത് ഇപ്പൊ അമ്മേനെ വരെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യമാണ്. അത് പ്രണയമല്ല, അതൊരു സ്നേഹം. ആ സ്നേഹത്തിന് വില കൽപ്പിക്കാത്ത സമൂഹത്തില് ഇതാണ് ഇപ്പൊ വലിയൊരു കേസ് നടക്കുന്നത് ശരിക്കും പറഞ്ഞല്ലേ. സംഭവത്തിന്റെ പോക്ക് എങ്ങനെയാണെന്നാണ് സത്യം പറഞ്ഞ. വയനാട്ടിലെ സംഭവം തന്നെ എത്ര പേരെ നമ്മുടെ കൂടെ, നമ്മുടെ അച്ഛൻ അമ്മ സഹോദരി അവരൊക്കെ കഷ്ടപ്പെട്ടിട്ടും അവര് ജീവിക്കുന്നത് കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെയല്ല അതിജീവനം അല്ലെ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഒന്നും അല്ലേ. അങ്ങനെ
എന്തോ അതൊക്കെ ഭയങ്കര, അതൊക്കെയാണ് ഡിപ്രഷനും അതൊക്കെയൊക്കെ പോകേണ്ടത്, ശരിക്കും പറഞ്ഞാൽ പോവേണ്ടത്. ആരും ഇല്ലാതെ സത്യം പറഞ്ഞ ആ കുട്ടി എങ്ങനെ മുമ്പോട്ട് എന്ത് എന്നുള്ളൊരു, ചിലപ്പോ ഭാവിയിൽ ആള് കൂടെ വരുന്നുണ്ടാവായിരിക്കും, പക്ഷെ പെട്ടെന്നൊന്നും പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എന്തിനു വേണ്ടി ജീവിക്കുന്നേ എന്നുള്ളൊരു ചോദ്യം കൂടെ വരും അല്ലെ. എല്ലാരും നഷ്ടപ്പെട്ടു, സ്നേഹിക്കുന്ന ആരും ഇല്ല കൂടെ, ഒറ്റയ്ക്കാണ്. ഒരുപാട് പേരുണ്ട് അവിടെ, അവള് മാത്രല്ല ഒരുപാട് പേര്. ഇപ്പൊ ഒരു വീട് പോലും ഇല്ലാതെ അത്രയും കാലം നമ്മൾ ജീവിച്ച സ്ഥലം പോലും നമ്മുടെ കാലിന്റെ ഒലിച്ചു പോയൊരവസ്ഥ, ഒരൊറ്റ രാത്രി ലഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആരോന്റെ കേസിൽ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടായിരുന്നു വിധി, എല്ലാം പെട്ടെന്നായി പോയി. അവൻ അനുഭവ വേദനയുണ്ട്, എന്താ തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ക്യാപിക് എന്ന് പറയുന്ന ഒരു കീടനാശിനി, അത് ശരീരത്തിൽ ചെന്നാൽ അതിന്റെ അകത്തുള്ള അവയവങ്ങളെ കാർന്നു തിന്നുന്ന ഒരു അവസ്ഥ. സത്യം, എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവുക ഒരു സമയം അല്ലേ, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സത്യം. പക്ഷെ ആ വേദനയേക്കാൾ കൂടുതൽ നമുക്ക്, പക്ഷെ അവൻ അറിഞ്ഞിട്ട് ഇപ്പോഴും അതാണ് കാരണം എന്നുള്ളത്. ഏത് വിഷയമാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അത് രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് അനിയൻ പറയുന്നത്. കാരണം അനിയനൊരു ഡോക്ടറായിരുന്നു. അപ്പൊ അവള് പറഞ്ഞത് കഷായം കുടിച്ചത് കൊണ്ട്, കഷായം കുടിച്ചോണ്ട് ഒരിക്കലും ഒരാൾ മരിച്ചു നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നീടാണ് ആ കഷായം എങ്ങനെ കുടിച്ചു, എപ്പോ കുടിച്ചു, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഈ ക്യാപിക്ക് ദേഹത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് അത് 8 ദിവസമോ എത്രയോ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴത്തേക്ക് ആളുടെ അവസ്ഥ വളരെയധികം ഗുരുതരാവസ്ഥയിലേക്ക് മാറിയായിരുന്നു. ശരിക്കും അവയവങ്ങളെല്ലാം ശരീരത്തിന്റെ അകത്തൊന്നും ഇല്ലാതെ, എന്താ പറയാ, വായ മുതല് അത്രയും ഉള്ളിലൊന്നും ഇല്ല. ഇങ്ങനെ അത് അങ്ങനെ അവസ്ഥ അല്ലേ. ശരിക്കും എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ശരിക്കും നാളത്തെ വിധിയൊക്കെ ശരിക്കും ആ ഒരു പരിഗണന അല്ലേ. അവൻ മരിക്കാൻ നേരത്തും കൂടെ അറിഞ്ഞിട്ടില്ല ഇവള് കാരണമാണ് നല്ലത്. അവൻ ആ വിശ്വാസം കൊണ്ടാ പോയത്. ശരിക്കും പറഞ്ഞ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നാളത്തെ വിധി ഭയങ്കര നിർണായകം തന്നെയാണ് ശരിക്കും പറഞ്ഞ. വളരെ നിർണായകമാണ്. എല്ലാവരുടെ ആഗ്രഹം ഇപ്പൊ ഒരു വധശിക്ഷയൊക്കെ നൽകണം എന്നായിരിക്കണം. പക്ഷെ നമുക്കറിയില്ല എന്താവുമെന്ന്. നമ്മുടെ ആഗ്രഹം പോലെ ആ കുടുംബത്തിന് ഒരു സ്ത്രീ കിട്ടാവുന്ന വിധി, സ്ത്രീന്ന് മാത്രല്ല ഇങ്ങനെ ഒരു പ്രണയത്തിനെ കൊല്ലുന്ന ഈ വിധി കാരണമായിരിക്കും ഇനിയുള്ള കാലത്ത് പ്രണയത്തെ അവരെങ്ങനെ കാണും എന്നുള്ള ഇത് നിർണായകമാണ് നാളത്തെ വിധി. ശരിക്കും പറഞ്ഞ അത് തെറ്റിപ്പോയാല് ശരിക്കും ഇതുപോലെ പിന്നെ ഇനിയും വരാം, ഇനി ആവർത്തിക്കാം. ഇത്രേ സംഭവിക്കുള്ളൂ എന്നുള്ളൊരു കൺസിഡറേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തും ചെയ്യാലോ. ഇപ്പൊ എത്ര കൊലക്കേസുകൾ എന്തിനാ പറയണേ, ഇപ്പൊ ഒരു നമ്മുടെ ഒരു കൊലപാതകമോ എന്ത് കേസായിക്കോട്ടെ, നമ്മൾ സർക്കാർ വിഭവസമൃദ്ധമായ വിഭവങ്ങളാണ് ജയിലിനകത്ത് ഓരോ ദിവസം ഓരോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ചില നേരത്തെ ഞാൻ തിരിച്ചു പോയിട്ടോ, ഓരോ ദിവസം ഓരോ മെനു, പിന്നെ എന്താണ് സുഖജീവിതം. സത്യം പറയാം, അല്ല നമുക്ക് കാണുന്നു നല്ല വൃത്തി, അങ്ങനെ ഒരു ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മാനസികമായിട്ടുള്ള ഒരു ഇത് അതിന് വേണ്ടിയിട്ട് അതൊരു പാകപ്പെടുത്താൻ വേണ്ടി ജയിലിൽ അയക്കുന്നത് എന്നൊക്കെ പറയാം. പക്ഷെ അതല്ല ആവശ്യമുണ്ടോ എന്നാണ് ശരിക്കും. ഒരു കുറ്റം ചെയ്തു തെളിയിക്കപ്പെട്ടിട്ടാണ് ഇവരെ കൊണ്ടുപോയിട്ട് ജയിലിലാക്കുന്നത്. ആ ജയിലിൽ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, ഒരു കുറവും ഇല്ലാണ്ട്. ഇപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ പുറം രാജ്യങ്ങളിലായിരുന്നെങ്കിൽ തീർന്ന്. അതുകൊണ്ട് അവിടെ ഇത്രയും കേസുകളില്ല. ചിന്തിക്കണം. ആ ഒരു നിയമത്തിനെ അവര് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സത്യം. നമ്മൾ ഇവിടുന്ന് തന്നെ ഈ നാട്ടിൽ തന്നെ പുറം രാജ്യങ്ങളിൽ പോയിട്ട് സെറ്റിൽ ആവുന്നവർ കൂടുതൽ. ഇപ്പൊ അവിടെ പോയിട്ട് അവര് നമ്മുടെ അടുത്ത് പറയും ഇവിടുത്തെ നിയമങ്ങളാണ് നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാറില്ല ഇവർക്ക് ആർക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഓരോന്നും അവിടുത്തെ വിദേശ രാജ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ശരിക്കും ഗവൺമെന്റിനും എല്ലാത്തിനും പങ്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നാളത്തെ വിധി വളരെയധികം എല്ലാരും ഒറ്റുനോക്കുന്ന ഒരു വിധിയാണ്. നല്ലൊരു രീതിയിലുള്ള ആ ഒരു ഷാരോണിന്റെ കുടുംബം ആഗ്രഹിക്കുന്ന രീതി പോലുള്ള ഒരു വിധി വരട്ടെ. എന്തായാലും ആ ഒരു അമ്മയെ കേസിൽ നിന്ന് ഒഴിവാക്കി, ഗ്രീഷ്മയുടെ അമ്മയെ, ഇനിയും
ഇങ്ങനെ ആൾക്കാരെ ഒഴിവാക്കാതെ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ശിക്ഷ തന്നെ. ശിക്ഷ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുടുംബമല്ല, സമൂഹം മുഴുവൻ, നമ്മുടെ സമൂഹം മുഴുവൻ ആ വിധിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇത്രയും കാലമായിട്ടും നമ്മൾ ആ ഒരു കേസ് വന്നപ്പോ എന്തായിരിക്കും വിധി നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ എടുത്തു കാണിച്ചിട്ട് പിന്നത്തേക്ക് അത് മാറ്റി വെച്ചപ്പോ അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം കൂടെ പിന്നെ വന്നു. എന്തിനായിരുന്നു അത് മാറ്റി വെച്ചത് എന്നുള്ളത്. നാളത്തെ വിധി ശരിക്കും നിർണായകം തന്നെയാണ് ശരിക്കും പറഞ്ഞ. എന്താണെന്ന് നമുക്ക് ഇനി നാളെ തന്നെ കണ്ടറിയേണ്ടി. അതെ അതെ. ഒരു 22 വയസ്സായ സ്വന്തം കാമുകനെ വിഷം കലർത്തി 22 വയസ്സിലാണ് അവൾ ആ കൊലപാതകം ചെയ്തത്. അപ്പൊ ആ ഒരു ചെയ്ത സ്വന്തം കാമുകനെ കൊല്ലാൻ കാണിച്ച ആ ഒരു മനസ്സിന്, ആ ക്രൂരമായ മനസ്സിന് എന്തായിരിക്കും നാളെ വിധി, ഗ്രീഷ്മയുടെ വിധി എന്താണെന്ന് നാളെ ശരിക്കും പ്രണയത്തിന്റെ ഒരു വിധിയും കൂടെയാണ്, സ്നേഹത്തിന്റെ ഒരു വിധിയും കൂടെയാണ്. അവന്റെ ആത്മാർത്ഥ ഒരു പ്രണയം അതിനെയാണ് അതിന്റെ ചോദ്യം. ഷാരോൺ അത്രമേൽ സ്നേഹിച്ച ഗ്രീഷ്മ, സത്യം, അവള് ഷാരോണിന് നൽകിയ ഒരു പ്രതിഫലം. മരണ സമയത്ത് പോലും അവൻ, ജീവൻ പോയ സമയത്ത് പോലും അവൻ അറിഞ്ഞിട്ടില്ല ഇവള് കാരണമാണ് എന്നുള്ളൊരു ഇത്. ശരിക്കും നാളത്തെ വിധി ഇനിയിപ്പോ നാളെ തന്നെ നമുക്ക് അറിയാം എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഇന്നത്തെ സായന ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നല്ലൊരു വിധി വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ശരി.